ഓം നമോ ഭഗവതേ വാസുദേവായ. സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം 33 അംബരീഷ ചരിതമാണ്. ആദ്യം തന്നെ നമുക്ക് ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം നോക്കാം. വൈവസ്വത മനുവിൻ്റെ പുത്രനായ നഭാഗനിൽ നിന്ന് ജനിച്ച നാഭാഗ മഹാരാജാവിൻ്റെ പുത്രനായ അംബരീഷൻ 7 സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപനായിരുന്നിട്ടും ഭഗവാനിലും ഭഗവാന്റെ ഭക്തന്മാരിലും അത്യന്തം ലയിച്ച മനസ്സോടു കൂടിയവനായിരുന്നതുകൊണ്ട് തന്നെ പരമാനന്ദത്തോടെ വസിച്ചു. ഇതാണ് 1-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അല്ലയോ ഭഗവാൻ, സമസ്ത കർമ്മങ്ങളും അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നിരുന്ന അദ്ദേഹത്തിൽ അധികം താമസിയാതെ തന്നെ ഭഗവാൻ പ്രസാദിച്ചനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് യാതൊരു പ്രാർത്ഥനയും കൂടാതെ തന്നെ ഭഗവാൻ 1000 മുനകളോടുകൂടിയ സുദർശന ചക്രത്തെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്തു. ഇതാണ് 2-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിൽ പിന്നെ ഭഗവാനെ ആരാധിക്കുന്നതിനായി അദ്ദേഹം സ്വന്തം പത്നിയോടൊപ്പം മധുവനത്തിലെ യമുനാ നദിയുടെ തീരത്ത് 1 വർഷത്തെ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. പുണ്യപുരുഷന്മാരെ ആദരിക്കുകയും അവർക്ക് 60 കോടി പശുക്കളെ ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പൂജ നടത്തി. ഇതാണ് ശ്ലോകം 3-ന്റെ അർത്ഥം. അനന്തരം വ്രതം അവസാനിക്കുന്ന ദിവസം, അതായത് പാരണ വീടുന്ന ദിവസം, രാജാവ് ഭഗവത് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യരോട് ഒട്ടും പരിഗണനയില്ലാത്തവനും പരോപദ്രവ സ്വഭാവത്തോടു കൂടിയവനുമായ ദുർവാസാവ് മഹർഷി ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുകയും രാജാവ് ഒരു ശങ്കയും കൂടാതെ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കുകയും ചെയ്തു. മുനി തൻ്റെ സ്നാനകർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി യമുനാ നദിയിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് 4-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. മുനിയെ കാത്തിരുന്ന രാജാവ് പാരണ അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സമയം കഴിഞ്ഞതിനാൽ വളരെ ഉത്കണ്ഠാകുലനായി. ഭഗവാന്റെ ഭക്തനായ അദ്ദേഹം ഒരു കവിൾ വെള്ളം കുടിച്ചുകൊണ്ട് പാരണ അവസാനിപ്പിച്ചു. തിരിച്ചെത്തിയ മുനി അവിടെ നടന്നതറിഞ്ഞുകൊണ്ട് അതിഥി എത്തുന്നതിന് മുമ്പ് തന്നെ പാരണ വീട്ടിയത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് രാജാവിനെ ശാസിക്കുകയും കോപത്തോടെ അദ്ദേഹത്തിൻ്റെ ജട പറിച്ചെടുത്ത് അതിൽ നിന്ന് ഒരു ദുഷ്ടാത്മാവിനെ നിർമ്മിക്കുകയും ചെയ്തു. ഇതാണ് ശ്ലോകം 5-ന്റെ അർത്ഥം. ആ ദുഷ്ടാത്മാവ് വാളും വീശിക്കൊണ്ട് തൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോഴും രാജാവ് സ്വസ്ഥാനത്ത് നിന്ന് അനങ്ങിയില്ല. രാജാവിൻ്റെ വിഷമം കണ്ട സുദർശന ചക്രം ആ ദുഷ്ടാത്മാവിനെ ശലഭത്തിനെ എരിക്കുന്നത് പോലെ അതിൻ്റെ തീക്ഷ്ണമായ അഗ്നി കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നീട് സുദർശന ചക്രം മുനിയുടെ നേരെ തിരിഞ്ഞ് മുനിക്ക് പിറകെ പായാൻ തുടങ്ങി. ഇതാണ് 6-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അനന്തമായ ലോകത്തിലൂടെ ഭയത്തോടെ ഓടുമ്പോഴെല്ലാം ദുർവാസാവ് ഭഗവാന്റെ ചക്രം മാത്രം കണ്ടു. ഒടുവിൽ വളരെയധികം ക്ഷീണിച്ച് അദ്ദേഹം ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. പക്ഷേ കാലചക്രത്തെ ആർക്കാണ് മറികടക്കാൻ കഴിയുക എന്ന് പറഞ്ഞ് അദ്ദേഹം ദുർവാസാവിനെ തിരിച്ചയച്ചു. ഒടുവിൽ ഭഗവാനെ മാത്രം പ്രണമിച്ചിട്ടുള്ള പരമശിവനെ അദ്ദേഹം അഭയം പ്രാപിച്ചു. ഇതാണ് 7-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭക്തനായ പരമശിവൻ കൂടി ഭഗവാനെ വന്ദിക്കുന്നത് കണ്ട ദുർവാസാവ് മഹർഷി ഒടുവിൽ ഭഗവാന്റെ സ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുകയും അദ്ദേഹത്തെ അഭയം പ്രാപിക്കുകയും ചെയ്തു. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: അല്ലയോ മഹർഷി, ഞാൻ ഭക്തന്മാരുടെ ദാസനാണ്. ജ്ഞാനവും തപസ്സും വിനയവും കൂടി ചേർന്നാൽ മാത്രമേ ആരാധ്യനായി തീരുകയുള്ളൂ. മടങ്ങിപ്പോയിക്കൊള്ളുക. സാക്ഷാൽ അംബരീഷനെ തന്നെ അഭയം പ്രാപിച്ചു കൊള്ളുക എന്നറിയിച്ച് അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഇതാണ് ശ്ലോകം 8-ന്റെ അർത്ഥം. ഉടനെ തന്നെ മുനി അംബരീഷൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. രാജാവ് വിനയാന്വിതനായി തൻ്റെ കാലുകൾ പിൻവലിച്ചു. അംബരീഷ മഹാരാജാവ് സുദർശന ചക്രത്തെ അത്യധികം സ്തുതിച്ചു. സുദർശന ചക്രം അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി തെറ്റ് ചെയ്തിട്ടും തന്നോട് ക്ഷമിച്ച അംബരീഷ മഹാരാജാവിനോട് മാപ്പപേക്ഷിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്തു. ഇതാണ് 9-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. 1 വർഷം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ മുനിയെ കാത്തിരുന്ന അംബരീഷ മഹാരാജാവ് ദുർവാസാവ് മഹർഷിക്ക് ഭക്ഷണം നൽകി അദ്ദേഹത്തെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയും
രാജാവ് ഭക്ഷണം കഴിക്കുകയും പിന്നീട് അദ്ദേഹം ഭഗവാനിൽ കൂടുതൽ ഭക്തിയോടെ ജീവിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഭഗവാനിൽ ലയിക്കുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. അല്ലയോ ഭഗവാനെ, എന്നെയും രക്ഷിക്കണമേ എന്നാണ് ദശകം 10 ഈ 10ാം ശ്ലോകത്തിൽ ശ്രീമൻ നാരായണ ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നത്. നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ശ്രീമദ് നാരായണീയം ദശകം 33 അംബരീഷ ചരിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. വൈവസ്വദാഖ്യമനുപുത്രന ഭാഗജാതാ നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹി ദയിതോപി രേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ ത്വത്പ്രീതയേ സകലമേവ വിദന്വതോസ്യ ഭക്തൈവ ദേവന ചിരാത് അഭൃതാ പ്രസാദം യേനാസ്യ യാചനം ഹൃദേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രതാരം സാ ദ്വാദശീ വ്രതമദോ ഭവദർച്ചനാർത്ഥം വർഷം ദദോ മധുവനെ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം തത്രാദപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുന നിയമാൻ വിദാസ്യൻ രാജ്ഞാദപാരണമുഹൂർത്തസമാപ്തിഖേദാത് വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധോ ധൃതജഡോ വിദതാനകൃത്യാം കൃത്യാം ച താം അസിധരാം ഭുവനം ദഹന്തി അഗ്രേ ബിവീക്ഷ്യ നൃപതർ ന പദാത്സകമ്പേ ത്വദ്ഭക്തപാദമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത് ധാവൻഹശേഷഭുവനേഷു ബിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കക്കാലചക്രമതിലങ്കയദീത്യപാസ്താ ശർവം യയൗ സ ച ഭവന്തമവന്തതൈവ ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്ദം പ്രോചേ ഭവാനഹം ഋഷേ നനു ഭക്തദാസാ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസൗ അനൗഷീത് ചക്രേ ഗദേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ രാജാ പ്രദീക്ഷ്യ മുനിമേകസമാമനാശ്വാൻ സംഭോജ്യ സാധുതം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം നിരതോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.